വാപ്പയൊന്ന് സഹായിക്കണേ. എല്ലാവരും എൻ്റെ വാപ്പയെ സഹായിക്കണം. വാപ്പി കിടപ്പിലായതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റുന്നില്ല. എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ജീവിച്ചെനിക്ക് കൊതി തീർന്നിട്ടില്ല. വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. ഇപ്പം എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സഹായിക്കണം. എൻ്റെ മക്കളുടെ ജീവിച്ചെനിക്ക് കൊതി പോലും തീർന്നിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഇപ്പോൾ ഇക്കാക്ക് വളരെ വേദനയുണ്ട്. വേദന കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇക്കാക്ക് അത് കൂടാതെ ഇനി ഒരു സർജറി നടത്തണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2.5 ലക്ഷം രൂപയാണുള്ളത്. 7 ലക്ഷം രൂപ വേണം ആ സർജറി നടത്താനായിട്ട്. ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. എൻ്റെ ഇക്കയുടെയും ജീവിതം എൻ്റെയൊക്കെ ഇങ്ങനെ സർജറി കഴിഞ്ഞ് വന്നാൽ മാത്രമേ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പിഞ്ചു മക്കളെ കണ്ടിട്ടെങ്കിലും എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഇത് കാണുന്നവരാരും ഉദ്ദേശിച്ച് വിചാരിക്കരുത്. ഞങ്ങൾക്കിനി ഒരു ജീവിതമില്ല. അതുകൊണ്ടിട്ടാണ് എല്ലാവരും മുമ്പടിയിൽ കൈ നീട്ടണത്. ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു തരാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും കൈ നീട്ടുകയാണ്. അടുത്ത മാസം എൻ്റെ ഡെലിവറിയാണ്. ഈ കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നോ അതിനുള്ള ചിലവോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഈ 3 മക്കളെയും കൊണ്ട് എൻ്റെ കാക്ക് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ തെരുവിലോട്ട് പോവുകയോ മരണോ അല്ലാതെ വേറൊരു അവസ്ഥ. എൻ്റെ മകൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവന് ഒരുപാട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. ഒരു സർജറിയാണ് പറഞ്ഞത്. 4 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു സർജറിയും കൂടെ പറഞ്ഞേക്കുന്നത് 7 ലക്ഷം രൂപയാണ് വേണ്ടത്. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ എൻ്റെ മോന് 2 ലക്ഷം രൂപ കിട്ടി. എല്ലാവരും സഹായിക്കണം. എൻ്റെ മോന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. എൻ്റെ മോനെ സഹായിക്കണം. വേറെ ആരുമില്ല ഞങ്ങൾക്ക്. എൻ്റെ മകൻ അത്രയും രോഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം യാചിക്കുകയാണ്. എൻ്റെ മരുമകൾ ഈ മാസത്തെ പ്രഗ്നൻ്റാണ്. ഈ മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ആർക്കും ആരുമില്ല. ഇവരെല്ലാവരും ഞങ്ങളെ രക്ഷിക്കണം. എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് വരണം. നിങ്ങളുടെ മുന്നിൽ ഞാൻ യാചിക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ മോനെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. എൻ്റെ മോനെ സഹായിക്കണം. ഞങ്ങളെ സഹായിക്കാൻ ആരും. എല്ലാവർക്കും നമസ്കാരം. നന്മയുള്ള മലയാളി പൊതുസമൂഹമേ, ആദ്യം തന്നെ നിങ്ങളോടൊക്കെ നന്ദി പറയുകയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ അഭിമാനം പോലും പണയപ്പെടുത്തിക്കൊണ്ട് കൊല്ലം ജില്ലയിലെ നെടുമ്പനയിലുള്ള സുധീർ എന്ന 30 വയസ്സുകാരനും പൂർണ്ണ ഗർഭിണിയായ തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയും പ്രായമായ രോഗിയായ ഉമ്മയും ചേർന്ന് അവരുടെ 2 പിഞ്ചു മക്കളെയുമായി പൊതുസമൂഹത്തിനു മുന്നിലേക്ക് ചികിത്സാ സഹായ അഭ്യർത്ഥനയുമായി കടന്നു വന്നപ്പോൾ പരിശുദ്ധമായ റമളാനെ സാക്ഷിയാക്കിക്കൊണ്ട് നന്മയുള്ള മലയാളി പൊതുസമൂഹങ്ങൾ 2.5 ലക്ഷം രൂപയോളമാണ് നൽകിയത്. ചെമ്പിൽ കുമിളകൾ രൂപപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര സർജറിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ഓതറൈസ്ഡ് ലെറ്ററിൽ ഈ കുടുംബത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപയായിരുന്നു പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് സഹായ അഭ്യർത്ഥന നൽകിയത്. അൽഹംദുലില്ലാ 2.5 ലക്ഷം രൂപയോളം നിങ്ങൾ നൽകി. ഇദ്ദേഹത്തിന്റെ കാഴ്ച ഇപ്പോൾ 75% നഷ്ടമായ അവസ്ഥയിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിന്റെ തലയിലെ വേദന സഹിക്കവയ്യാതെ MRI സ്കാൻ ഉൾപ്പെടെ നിർദ്ദേശിച്ചു ഹോസ്പിറ്റലിൽ. ഈ അടുത്ത സമയത്തായി കുടുംബം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും അവിടെ നടന്ന വിശദമായ പരിശോധനയിൽ ഇദ്ദേഹത്തിന് ആദ്യം പറഞ്ഞ സർജറി കൂടാതെ ഒരു സർജറി കൂടി അഡീഷണലായി ചെയ്യണമെന്നും ഏകദേശം 2 സർജറിക്കും കൂടി വേണ്ടി 7 ലക്ഷം രൂപയുടെ എക്യുപ്മെന്റ്സും മെഡിസിനുമാണ് ഈ നിർധന കുടുംബം കണ്ടെത്തി കൊടുക്കേണ്ടത്. തീർച്ചയായും ഇത്തരം ഒരു സർജറി പുറത്തൊരു ഹോസ്പിറ്റലാണെങ്കിൽ 20 ലക്ഷം രൂപക്ക് മുകളിലാണ് ചിലവ് വരുന്നത്. എന്തായാലും ഇവര് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയും